ഇടിമിന്നലിൻ്റെ സയൻസിനെ ആദ്യമായി വിശദീകരിച്ചത് ബെഞ്ചമിൻ ഫ്രാങ്ക്ലിനാണ്. ഉയരമുള്ള കെട്ടിടങ്ങളെ ഇടിമിന്നലിൽ നിന്ന് രക്ഷിക്കാനുള്ള ലൈറ്റ്നിങ് അറസ്റ്റർ കണ്ടുപിടിച്ചതും അദ്ദേഹമാണ്. പാശ്ചാത്യ നാടുകളിൽ ആ കാലത്ത് ഏറ്റവും ഉയരമുള്ള കെട്ടിടങ്ങൾ പള്ളികളായിരുന്നു. ഇടിമിന്നൽ ഏറ്റവും കൂടുതൽ ഏറ്റിരുന്നതും പള്ളികളിലായിരുന്നു. അതുകൊണ്ട് തന്നെ ഇടിമിന്നൽ ദൈവക്രോധമാണ്, ഇടവകയിലെ ജനങ്ങളുടെ പാപങ്ങളാണ് ഇടിമിന്നൽ പള്ളി കേൾക്കാൻ കാരണം എന്നൊക്കെ പറയുന്ന വിശ്വാസികൾ ഈ കണ്ടുപിടുത്തം വന്നതോടെ ഹാപ്പി ആയിട്ട് ലൈറ്റനിങ് അറസ്റ്റർ വെച്ച് പള്ളിയെ സംരക്ഷിക്കാൻ തുടങ്ങി. അതോടൊപ്പം യാഥാസ്ഥിതികരായ ചില വിശ്വാസങ്ങൾ ഇതിനൊരു തടസ്സവുമായിട്ട് വന്നു. ലൈറ്റ്നിങ് ഇടിമിന്നൽ ദൈവക്രോധമാണെങ്കിൽ അതിനെ തടയുന്നതും പാപമല്ലേ എന്നായിരുന്നു ഈ കൂട്ടരുടെ ചോദ്യം. സ്കൂളിൽ മാഷോ വീട്ടിൽ അച്ഛനോ ഒക്കെ അടിക്കുമ്പോൾ നല്ല കുട്ടികളാണെങ്കിൽ നിന്ന് അടി കൊള്ളണം, അടിയെ തടയരുത്, വടി കയറി പിടിക്കരുത്, അങ്ങനെ പിടിച്ചാൽ ശിക്ഷ കൂടും എന്നുള്ളത് മറ്റൊരു കാരണം. അപ്പോൾ ഈ ഒരു ലോജിക്കാണ് യാഥാസ്ഥിതിക മതവിശ്വാസികൾ കൊണ്ടുവന്നത്. ഒരു ചെമ്പ് കഷ്ണം വെച്ച് ദൈവത്തിൻ്റെ ക്രോധത്തെ തടയാൻ പറ്റുമോ എന്നുള്ളത് വേറൊരു ചോദ്യം. ആ ചോദ്യം അവിടെ നിൽക്കട്ടെ. മഞ്ഞും മഴയും ഒക്കെ ദൈവം തരുന്നതല്ലേ, അതും വിശ്വാസികൾ രണ്ട് കൈയും നീട്ടി സ്വീകരിക്കണ്ടേ? അപ്പോൾ പള്ളിക്ക് മേൽക്കൂര ഉണ്ടാക്കുന്നതും പാപമല്ലേ എന്ന് വിവരമുള്ള ചിലർ തിരിച്ചു ചോദിക്കാൻ തുടങ്ങി. നമ്മളിവിടെ പറഞ്ഞു വരുന്നത് ശാസ്ത്രവും ക്രിസ്തുമതവും തമ്മിലുള്ള ബന്ധം എന്നും ഒരു കോമഡിയായിരുന്നു. ഇടയ്ക്കിടെ വലിയ ദുരന്തങ്ങളും ഉണ്ടായിട്ടുണ്ട്. എന്തൊക്കെയായാലും മതവിശ്വാസികൾ പറഞ്ഞു വരുന്നത് പോലെ ശാസ്ത്രത്തിൻ്റെ വളർച്ച അത്ര എളുപ്പമായിരുന്നില്ല. കഴിഞ്ഞ 5 നൂറ്റാണ്ടുകളിൽ ശാസ്ത്രത്തിനുണ്ടായ അഭൂതപൂർവമായ വളർച്ച യൂറോപ്പും അമേരിക്കയും കേന്ദ്രീകരിച്ചാണ് ഉണ്ടായത്. ഈ ഒരു കാരണം കൊണ്ട് തന്നെയാണ് ആ പ്രദേശങ്ങളിലെ, ആ രാജ്യങ്ങളിലെ ഭൂരിപക്ഷ മതമായ ക്രിസ്തുമതം ശാസ്ത്രത്തിൻ്റെ വളർച്ചയിലും ഒരു പങ്ക് അവകാശപ്പെടുന്നത്. ഇതൊക്കെയാണെങ്കിലും ശാസ്ത്രത്തെ കൊച്ചായി കാണുന്ന സമീപനമാണ് എന്നും മതം സ്വീകരിക്കുന്നത്. സയൻസിനെ അല്പം ഇൻഫീരിയർ ആയിട്ടാണ് അവർ കാണുന്നത്. ഒരു നെസസറി ഈവിൾ, ഒഴിച്ചുകൂടാൻ വയ്യാത്ത ഒരു തിന്മ എന്നുള്ള രീതിയിലൊക്കെയാണ് മതം പലപ്പോഴും ശാസ്ത്രത്തെക്കുറിച്ച് മതവിശ്വാസികളോട് പറയുന്നത്. ഈ ശാസ്ത്രത്തെ ചെറുതാക്കി കാണിക്കാൻ മതവിശ്വാസികൾ സ്ഥിരമായി പറയുന്ന ചില ന്യായങ്ങളുണ്ട്. സയൻസിന് എല്ലാം അറിയില്ല, സയൻസിന് അറിഞ്ഞുകൂടാത്ത പലതും മതത്തിനറിയാം, ജീവിതത്തിൻ്റെ അർത്ഥം എന്താണ്, ജീവിതം എങ്ങോട്ട് പോകുന്നു, മരണശേഷം എന്ത് സംഭവിക്കും, ഇങ്ങനെയുള്ള കാര്യങ്ങൾക്ക് മതത്തിൻ്റെ കയ്യിൽ ഉത്തരമുണ്ട്. അതുപോലെ തന്നെ ശാസ്ത്രത്തിന് ധാർമ്മികതയില്ല, കണ്ടുമൂക്കുമില്ലാത്തൊരു രാക്ഷസനാണ് ശാസ്ത്രം. ഇങ്ങനെയുള്ള കാര്യങ്ങളുമൊക്കെ ശാസ്ത്രത്തെക്കുറിച്ച് പറയാറുണ്ട്. ചുരുക്കത്തിൽ ശാസ്ത്രത്തിന് വഴി കാണിക്കുന്നത് മതമാണ് എന്ന് വരെ വിശ്വാസികൾ പറഞ്ഞു വയ്ക്കും. അപ്പോൾ ഈ ഒരു സാഹചര്യത്തിൽ സ്വന്തം നിലനിൽപ്പിന് വേണ്ടി വിശ്വാസികൾ ക്രിസ്തുമതത്തെയും സയൻസിനെയും കൂട്ടിക്കുഴയ്ക്കാൻ ശ്രമം നടത്തുമ്പോൾ ചില യാഥാർത്ഥ്യങ്ങളെ കണ്ടെത്താനാണ് ഇന്നത്തെ ശ്രമം. മലയാളത്തിൽ പഴയൊരു ചോദ്യമുണ്ട്, ആങ്കൊച്ചുണ്ടായത് വയറ്റാട്ടിയുടെ മിടുക്കാണോ എന്ന്. ഇതൊരു പാട്രിയർക്കൽ സമൂഹത്തിൽ നിന്ന് വരുന്ന ചോദ്യമായതുകൊണ്ടും ചോദ്യം കുറച്ച് പഴയതായതുകൊണ്ടും കുറേ അധികം സ്ത്രീവിരുദ്ധത ഉണ്ട്. അതുകൊണ്ട് നമുക്ക് ഈ ചോദ്യം ഒന്ന് മാറ്റി ചോദിക്കാം. കുട്ടി ആണാകുന്നതിലോ പെണ്ണാകുന്നതിലോ, കുട്ടി ജനിക്കുന്നതിൽ തന്നെയോ വയറ്റാട്ടിയുടെ റോൾ എന്താണ്? ഈ ഒരു കാര്യം മനസ്സിലാക്കാൻ ഗൈനക്കോളജിയിൽ PG ഒന്നും വേണ്ട, എല്ലാവർക്കും എളുപ്പത്തിൽ മനസ്സിലാവും. എങ്കിലും വിശ്വാസികൾക്ക് കാര്യങ്ങൾ മനസ്സിലാക്കാൻ അല്പം ബുദ്ധിമുട്ടാണ്. അതുകൊണ്ട് വിശദമായി പരിശോധിക്കണം. മതവും ശാസ്ത്രവും കൂട്ടിക്കുഴയ്ക്കപ്പെടുമ്പോൾ അതിൽ വ്യക്തത വരാൻ നമ്മൾക്ക് അത്യാവശ്യം വേണ്ടത് സയൻറ്റിഫിക് ടെമ്പർ അഥവാ ശാസ്ത്രീയ മനോവൃത്തിയാണ്. 1964 രൂപീകരിച്ച സൊസൈറ്റി ഫോർ സയൻറ്റിഫിക് ടെമ്പർ എന്നൊരു സംഘടന ഉണ്ടായിരുന്നു. ആ സംഘടന അതിലെ അംഗങ്ങൾ ആകാൻ ആഗ്രഹിക്കുന്നവർ നിർബന്ധമായും അംഗീകരിച്ചിരിക്കേണ്ട ചില നിബന്ധനകൾ ഉണ്ടാക്കിയിരുന്നു. ആ നിബന്ധനകൾ ഇങ്ങനെയായിരുന്നു: I believe that knowledge can be acquired only through human endeavor and not through revelation, and that all problems can and must be faced in terms of man's moral and intellectual resources without invoking supernatural powers. The Society for Scientific Temper in 1964. എത്ര ലളിതമായ കാര്യങ്ങളല്ലേ! മനുഷ്യൻ്റെ പ്രശ്നങ്ങൾ മനുഷ്യ പ്രയത്നം കൊണ്ട് പരിഹരിക്കണം. വെളിപാടുകൾ പ്രശ്നങ്ങൾ പരിഹരിക്കുന്നില്ല. മനുഷ്യൻ്റെ ബൗദ്ധികവും ധാർമ്മികവുമായ അറിവുകൾ വെച്ച് വേണം പ്രശ്നങ്ങൾ പരിഹരിക്കാൻ. പ്രകൃത്യാതീത ശക്തികൾ നമ്മെ സഹായിക്കില്ല. ഈ ലളിതമായ ഒരു തത്വമാണ് സയൻറ്റിഫിക് ടെമ്പർ. ഈ ഒരു തത്വം വെച്ചാണ് നമ്മളിന്ന് മതത്തെയും ശാസ്ത്രത്തെയും ഡിഫൈൻ ചെയ്യാനായിട്ട് ശ്രമിക്കുന്നത്. മതം എന്ന് പറഞ്ഞാൽ ചുരുക്കത്തിൽ പ്രകൃത്യാതീത ശക്തികളിൽ നിന്നുള്ള അറിവ്, വെളിപാട് എന്ന് പറയാം. ഒരു ആകാശമാമൻ, സ്കൈ ഡാഡി എന്നോട് പറഞ്ഞു എന്ന് പറയുന്ന അറിവുകളാണ് ചുരുക്കത്തിൽ മതം. ഈ ആകാശമാമൻ്റെ പേര് ക്രിസ്തുമതത്തിൽ യഹോവ എന്ന് തുടങ്ങി,
പരബ്രഹ്മം, അള്ള, കുട്ടിച്ചാത്തൻ എന്നുവരെ പല മതങ്ങളിൽ പല പേരുകളിൽ ഈ ആകാശമാമൻ അറിയപ്പെടുന്നു. ക്രിസ്തു മതത്തിൽ ഈ ആകാശമാമനിൽ നിന്നുള്ള അറിവുകൾ ലഭിച്ച വ്യക്തികളെ അപ്പസ്തോലന്മാർ, പ്രവാചകന്മാർ എന്നൊക്കെ വിളിക്കുന്നു. ഈ അപ്പസ്തോലന്മാരെയും പ്രവാചകന്മാരെയും ഒക്കെ കുറിച്ച് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ, മുകളിൽ നിന്ന് ഈ വൈഫൈ കണക്ഷൻ ഉള്ള സമയത്ത് മാത്രമേ ഇവരുടെ വായിൽ നിന്ന് ദൈവവചനം വരികയുള്ളൂ. അല്ലാത്ത സമയത്ത് ഇവർ പലരും അടിമ കച്ചവടക്കാരും കൊലപാതകികളും നൂറുകണക്കിൽ ഭാര്യമാരുള്ളവരും വർണ്ണവെറിയന്മാരും ഒക്കെയാണ്. പിന്നെ യേശുവിന് വൈഫൈ കണക്ഷൻ്റെ ആവശ്യമില്ല. കാരണം ഒരു 1 TB നിറച്ച് ഹാർഡ് ഡിസ്കിൽ ഡേറ്റയുമായിട്ടാണ് അദ്ദേഹം വന്നത്. അവതാരമാണ്. അതുകൊണ്ട് വൈഫൈ കണക്ഷൻ ഇല്ലെങ്കിലും സ്വന്തമായിട്ട് ഓഫ്ലൈനായിട്ട് അദ്ദേഹം വർക്ക് ചെയ്യും. ചുരുക്കത്തിൽ മതം എന്ന് പറഞ്ഞാൽ വെളിപാട്. നത്തിങ് മോർ, നത്തിങ് ലെസ്. അതിൽ കൂടുതലുമില്ല, കുറവുമില്ല. ഇനി എന്താണ് ശാസ്ത്രം? ശാസ്ത്രം എന്ന് പറഞ്ഞാൽ ലളിതമായി മനുഷ്യ പ്രയത്നം കൊണ്ട് നേടിയെടുത്ത അറിവ്. ഇതാണ് ശാസ്ത്രം. അറിയാനുള്ള ആഗ്രഹം കൊണ്ട് മനുഷ്യൻ പ്രകൃതിയെ നിരീക്ഷിക്കുന്നു, അതിൽ നിന്ന് ചില കാര്യങ്ങൾ മനസ്സിലാക്കുന്നു, അത് തെറ്റാണോ ശരിയാണോ എന്ന് പരീക്ഷിച്ച് നോക്കുന്നു, അങ്ങനെ ശരിയായ അറിവുകളിലേക്ക് എത്തുന്നു. ഈ പരീക്ഷണങ്ങൾ ആർക്ക് വേണമെങ്കിലും നടത്തി നോക്കാം. തെളിവുകൾ യൂണിവേഴ്സലാണ്. ഈ തെളിവുകൾ എവിടെ വേണമെങ്കിലും വർക്ക് ചെയ്യും. ഒരു പ്രത്യേക സ്ഥലത്തോ ഒരു പ്രത്യേക സമയത്തോ മാത്രമല്ല, ലോകത്തിലും പ്രപഞ്ചത്തിൽ ഏത് സ്ഥലത്തും എവിടെയും പ്രവർത്തിക്കുന്ന, എവിടെയും അംഗീകരിക്കാൻ പറ്റുന്ന തെളിവുകളുടെ അടിസ്ഥാനത്തിലാണ് ശാസ്ത്രം പ്രവർത്തിക്കുന്നത്. ശാസ്ത്രത്തിൽ തമ്പുരാക്കന്മാരില്ല, തെറ്റുപറ്റാത്ത ആളുകളില്ല. ആരുടെയും വാദഗതികളെ, ആരുടെയും തിയറികളെ ചോദ്യം ചെയ്യാം. സയൻസ് എന്ന് പറഞ്ഞാൽ അടിസ്ഥാനപരമായി റോക്കറ്റ് വിടുന്നതോ ആധുനിക പരീക്ഷണശാലകളോ ഒന്നുമല്ല. മനുഷ്യൻ അന്വേഷിച്ച് കണ്ടെത്തുന്ന അറിവുകൾ, അതുകൊണ്ട് മനുഷ്യൻ്റെ പ്രശ്നങ്ങൾ പരിഹരിക്കുക എന്നുള്ള ഈ അടിസ്ഥാനപരമായ സമീപനം മാത്രമാണ് സയൻറ്റിഫിക് ടെമ്പർ. പരിശ്രമിച്ചാൽ ഏത് പ്രശ്നത്തിനും പരിഹാരം കണ്ടെത്താം എന്നുള്ള ഈ ഒരു സമീപനം തന്നെയാണ് സയൻറ്റിഫിക് ടെമ്പർ. അതുതന്നെയാണ് യുക്തിചിന്ത അല്ലെങ്കിൽ റാഷണലിസം. പാതിരിമാരും പാസ്റ്റർമാരും പറഞ്ഞ് പറ്റിക്കാൻ ശ്രമിക്കുന്നത് പോലെ റാഷണലിസം എന്ന് പറഞ്ഞാൽ ചാത്തൻ സേവയോ ചെകുത്താൻ ആരാധനയോ ഒന്നുമല്ല. യുക്തിചിന്ത എന്ന് പറഞ്ഞാൽ മനുഷ്യപ്രയത്നത്തിലൂടെ കിട്ടുന്ന അറിവുകളുള്ള വിശ്വാസം, അത് മാത്രമാണ് യുക്തിചിന്ത. പിന്നെ ഇപ്പോഴത്തെ ഒരു ട്രെൻഡ് എന്ന് പറഞ്ഞാൽ ആത്മീയതയാണ്. എനിക്ക് മതത്തിൽ വിശ്വാസമില്ല, ആത്മീയത മാത്രമേ ഉള്ളൂ, നിങ്ങളെപ്പോലെയൊക്കെ മതത്തെ ഞാനും എതിർക്കുന്നു എന്നൊക്കെയാണ് ഈ കൂട്ടർ പറയുന്നത്. എനിക്ക് മൊബൈൽ കമ്പനികളിൽ വിശ്വാസമില്ല, സിം കാർഡിൽ മാത്രമേ വിശ്വാസമുള്ളൂ എന്ന് പറയുന്നത് പോലെയാണ് ഏകദേശം ഈ ആത്മീയതയും മതവും. നിങ്ങൾ ഏത് സിം കാർഡ് വാങ്ങിയാലും നിങ്ങളിൽ റീചാർജ് ചെയ്യുമ്പോൾ പൈസ പോകുന്നത് ഏതോ ഒരു മൊബൈൽ കമ്പനിക്കായിരിക്കും. നിങ്ങൾ മൊബൈൽ കമ്പനിയിൽ വിശ്വസിച്ചാലും ഇല്ലെങ്കിലും പൈസ അവർക്ക് തന്നെ കിട്ടും. ആത്മീയതയും മതവും ഇതുപോലെ തന്നെയാണ്. മതങ്ങൾ ഉണ്ടാക്കാത്ത ഒരു ദൈവവും ഇന്ന് വരെ ക്ലച്ച് പിടിച്ചിട്ടില്ല. ഒരു പക്ഷേ മതത്തിൽ തന്നെയുള്ള നാണക്കേടുകൾ, പുരോഹിതന്മാരുടെ പീഡനങ്ങൾ, പാസ്റ്റർമാരുടെ കള്ള രോഗശാന്തികൾ, ഇതിൻ്റെയൊക്കെ ഉത്തരവാദിത്തം ഏറ്റെടുക്കാനുള്ള മടി കൊണ്ടാവണം വിശ്വാസികൾ ഞാൻ ആത്മീയൻ മാത്രമാണ് എന്ന് അവകാശപ്പെടുന്നത്. ദൈവവുമായി ഒരു പേഴ്സണൽ റിലേഷൻ, യേശു എന്നോട് സംസാരിച്ചു, ദൈവം എനിക്കിത് കാണിച്ചു തന്നു എന്നൊക്കെയുള്ള അവകാശവാദങ്ങളാണ് ആത്മീയവാദികൾ മിക്കവാറും മുമ്പോട്ട് വയ്ക്കുന്നത്. ചുരുക്കത്തിൽ ഇതും ഒരു വെളിപാട് തന്നെയാണ്. ദൈവത്തിൽ നിന്ന് അവർക്ക് നേരിട്ട് ലഭിച്ചു എന്ന് പറയപ്പെടുന്ന വെളിപാട്. ആ ഒരു ആംഗിളിൽ നോക്കിയാൽ മതം എന്ന് പറഞ്ഞാൽ സമൂഹ വെളിപാട്, ആത്മീയത എന്ന് പറഞ്ഞാൽ വ്യക്തിപരമായി കിട്ടി എന്ന് അവകാശപ്പെടുന്ന വെളിപാട്. ഒന്ന് കല്യാണ സദ്യക്ക് ഉണ്ടാക്കിയ പത്തിരി, ഒന്ന് മരുമോന് വേണ്ടി മാത്രം പേഴ്സണലായി അമ്മായി ഉണ്ടാക്കിയ പത്തിരി. ചരക്ക് രണ്ടും ഒന്ന് തന്നെ. നമ്മളിപ്പോൾ പറഞ്ഞ ഈ കാര്യങ്ങൾ ഒന്നുകൂടി ഒന്ന് താരതമ്യം ചെയ്ത് നോക്കിയാൽ ശാസ്ത്രം പൂജ്യത്തിൽ നിന്ന് തുടങ്ങുന്നു, അറിവുകൾ അന്വേഷിച്ച് കണ്ടെത്തുന്നു. മതം എന്തൊക്കെ അറിവുകൾ മനുഷ്യന് ആവശ്യമുണ്ടോ അതെല്ലാം ഇതാ ഞാൻ നിങ്ങൾക്ക് തരുന്നു എന്ന് പറഞ്ഞ് പൂർണ്ണമായ അറിവുകൾ എന്ന അവകാശവാദത്തോടെയാണ് മതം മനുഷ്യൻ്റെ മുമ്പിൽ വരുന്നത്. ഒരു സർദാർജിയോട് ഒരിക്കൽ ചോദിച്ചു, നിങ്ങളുടെ ഗ്രാമത്തിൽ മഹാന്മാർ ആരെങ്കിലും ജനിച്ചിട്ടുണ്ടോ എന്ന്. സർദാർജി വളരെ നേരെ മറുപടി കൊടുത്തു, എൻ്റെ ഗ്രാമത്തിൽ മഹാന്മാർ ജനിച്ചിട്ടില്ല, കൊച്ചുകുട്ടികൾ, ശിശുക്കൾ മാത്രമേ ജനിച്ചിട്ടുള്ളൂ എന്ന് പറയുന്ന പോലെ തന്നെയാണ് ശാസ്ത്രവും മതവും. ശാസ്ത്രം ശിശുവായി ജനിക്കുന്നു, പൂർണ്ണ വളർച്ചയിലേക്ക് വളർന്നുകൊണ്ടിരിക്കുന്നു. മതം പൂർണ്ണ വളർച്ചയെത്തിയ മനുഷ്യനായി ജനിച്ചു എന്ന് അവകാശപ്പെടുന്നു. മറ്റൊന്ന്, ശാസ്ത്രത്തിന് മുൻകൂട്ടി തീരുമാനിച്ച ലക്ഷ്യങ്ങളില്ല. ശാസ്ത്രത്തിൽ മാച്ച് ഫിക്സിംഗ് ഇല്ല എന്ന് പറയാം. തെളിവുകൾ എങ്ങോട്ട് നയിക്കുന്നുവോ അങ്ങോട്ടാണ് ശാസ്ത്രം പോകുന്നത്. മതം അങ്ങനെയല്ല. മതത്തിൽ റിട്രോസ്പെക്റ്റീവ് എവിഡൻഷ്യലിസം ആണ് എന്ന് പറയാം. ലക്ഷ്യം ആദ്യം തീരുമാനിച്ചു, വിശുദ്ധ ഗ്രന്ഥങ്ങളിൽ എഴുതിയിട്ടുണ്ട് എന്തൊക്കെയാണ് സത്യമെന്ന്. ഇനി ഈ സത്യത്തിലേക്ക് നയിക്കുന്ന തെളിവുകളാണ് മതത്തിന് വേണ്ടിയത്. വിശുദ്ധ ഗ്രന്ഥങ്ങൾ എന്ന് അവകാശപ്പെടുന്ന പുസ്തകങ്ങളിൽ എഴുതിയിരിക്കുന്ന കാര്യങ്ങളുമായി യോജിക്കുന്ന തെളിവുകൾ വന്നാൽ മതം കൈയടിച്ച് സ്വീകരിക്കും. ഇനി അങ്ങനെ അല്ലാത്ത തെളിവുകൾ വന്നാലോ മതം കണ്ണടയ്ക്കും.
മറ്റൊരു പ്രധാന വ്യത്യാസം ശാസ്ത്രവും മതമായിട്ടുള്ളത്, ശാസ്ത്രം നിങ്ങളോട് അനുസരണം ആവശ്യപ്പെടുന്നില്ല. ആവശ്യമുള്ളവർ, സൗകര്യമുള്ളവർ സയൻസ് വിശ്വസിച്ചാൽ മതി. ഇത് വിശ്വസിച്ചില്ലെങ്കിൽ നിന്നെ എണ്ണയിലിട്ട് പൊരിക്കും, ഇത് വിശ്വസിച്ചാൽ പാപം തരും എന്ന് പറഞ്ഞൊന്നും ശാസ്ത്രം നിങ്ങളുടെ പിന്നാലെ വരില്ല. ഗുരുത്വാകർഷണം തെറ്റാണ് എന്ന് തോന്നുന്നവർക്ക് 10ാം നിലയിൽ നിന്ന് പുറത്തേക്ക് നടന്നു നോക്കാം. ആർക്കിമിഡീസ് പ്രിൻസിപ്പൽ തെറ്റാണ് എന്ന് തോന്നുന്നവർക്ക് യേശു നടന്ന പോലെ കടലിൻ്റെ മുകളിൽ നിന്നും നടന്നു നോക്കാം. ചെയ്തു നോക്കുക, അതിൻ്റെ ഫലം സ്വയം അനുഭവിക്കുക. ശാസ്ത്രം ഭീഷണിയുമായി ആരുടെയും പിന്നാലെ വരുന്നില്ല. പക്ഷെ മതത്തെ സംബന്ധിച്ച് ഏറ്റവും പ്രധാനപ്പെട്ട സംഗതി, മതം നിങ്ങളോട് ആധികാരികമായി അനുസരണം ആവശ്യപ്പെടുന്നു. ഇത് ചെയ്തേ പറ്റൂ, ഇത് ചെയ്തില്ലെങ്കിൽ അതിന് ശിക്ഷകളുണ്ട്. ശിക്ഷകൾ പരലോകത്തിൽ മാത്രമല്ല, ഈ ലോകത്തിൽ തന്നെ സാമൂഹ്യമായ പല ശിക്ഷകളും മതം നടപ്പാക്കാൻ ശ്രമിക്കുന്നുണ്ട്. പക്ഷേ ഈ മതം നമുക്ക് തരുന്നു എന്ന് പറയപ്പെടുന്ന നന്മകളുടെയോ അതിൽ നിന്ന് നമുക്ക് ലഭിക്കാം എന്ന് പറയപ്പെടുന്ന പ്രയോജനങ്ങളുടെയോ ഒരു തെളിവും ഇന്ന് നമ്മൾ കാണുന്നില്ല. മതവിശ്വാസികൾ ബൗദ്ധികമായോ സാമ്പത്തികമായോ ധാർമ്മികമായോ ആരോഗ്യപരമായോ ഏതെങ്കിലും രീതിയിൽ ഒരു മതത്തിൽ വിശ്വസിക്കുന്നവരെക്കാൾ മറ്റു മതക്കാർ മോശമാണെന്നോ ഒരു തെളിവും എങ്ങും കാണുന്നില്ല. ചുരുക്കത്തിൽ ശാസ്ത്രം പ്രവർത്തിക്കുന്നു, മതം പ്രവർത്തിക്കുന്നില്ല. അപ്പോൾ പറഞ്ഞു വന്നത്, മതവും ശാസ്ത്രവും തമ്മിൽ ഒരിക്കലും ചേരില്ല. എങ്കിലും മത നേതാക്കൾ ജാർഗണുകളും ചില അർത്ഥശാസ്ത്രങ്ങളും ഒക്കെ ഉപയോഗിച്ച് നമ്മളെ കൺഫ്യൂഷനാക്കാൻ ശ്രമിക്കും. പക്ഷെ നമുക്ക് വളരെ വ്യക്തമായിട്ട് കാണാൻ കഴിയുന്ന ഒരു സംഭവം, നമ്മൾ ക്വാണ്ടം ഫിസിക്സും സബ് ആറ്റോമിക് പാർട്ടിക്കിൾസും ഒക്കെ പഠിച്ച് ചെല്ലുമ്പോൾ അവിടെ കാണാൻ കിട്ടുന്ന ഒരു സംഭവമല്ല ഈ യഹോവ എന്ന് പറയുന്നത്. ബ്രോൺസ് ഏജിലെ ഏതോ ആടുമേച്ച് നടന്ന ഗോത്രവർഗ നേതാവ് സ്വന്തം അധികാരം ഉറപ്പിക്കാൻ വേണ്ടി മെനഞ്ഞുണ്ടാക്കിയ ഒരു കഥയിൽ അദ്ദേഹത്തിന് തന്നെ കൊടുത്ത ഒരു ഫേക്ക് ഐഡിയ ആണ് ഈ പറയുന്ന യഹോവ. ആദ്യത്തെ തട്ടിപ്പുകാരൻ ആദ്യത്തെ വിഡ്ഢിയെ കണ്ടപ്പോൾ മതം ഉണ്ടായി എന്നൊരു പറച്ചിലുണ്ട്. അത് വളരെ ശരിയാണ്. മതമാണ് കെട്ടുകഥകൾ പ്രചരിപ്പിച്ച് ജനങ്ങളെ വഞ്ചിക്കുന്നത്. എന്നിട്ടും ശാസ്ത്രത്തിൽ ചതിക്കുഴികളുണ്ട്, ശാസ്ത്രം ചൂഷണം ചെയ്യുന്നു, ശാസ്ത്രത്തിൽ തിന്മകളുണ്ട് എന്നൊക്കെയാണ് മതനേതാക്കൾ പ്രചരിപ്പിക്കാൻ ശ്രമിക്കുന്നത്. ഈ പ്രചരണങ്ങളിലെ കഴമ്പില്ലായ്മ മനസ്സിലാക്കാൻ 5ാം ക്ലാസ് വിദ്യാഭ്യാസം മതി. അത് ഉപയോഗിക്കുക, വെളിപാടുകളെ നിരാകരിക്കുക, മനുഷ്യപ്രയത്നം കൊണ്ട് നേടിയ അറിവുകൾ ഉപയോഗിച്ച് മുന്നേറാൻ ശ്രമിക്കുക. നമ്മളുടെ മുമ്പിൽ ചെയ്യാൻ പറ്റിയതായി ഈ ഒരു വഴി മാത്രമേ ഉള്ളൂ. ഇനി സയൻസിനെ സംബന്ധിച്ച് മതങ്ങളുടെ, പ്രത്യേകിച്ച് ക്രിസ്തു മതത്തിൻ്റെ ചില അവകാശവാദങ്ങളെ നമുക്ക് ഓരോന്നായിട്ട് പരിശോധിച്ച് നോക്കാം. നേരത്തെ പറഞ്ഞതുപോലെ മതവും ശാസ്ത്രവും മ്യൂച്വലി എക്സ്ക്ലൂസീവാണ് എന്ന് പറയാം. ഒന്നുള്ളിടത്ത് മറ്റൊന്ന് നിലനിൽക്കാൻ പറ്റില്ല, ഇരുട്ടും വെളിച്ചവും പോലെ. എന്നിട്ടും എങ്ങനെയാണ് ഈ ശാസ്ത്രത്തെ വളർത്തിയത് ഞങ്ങളാണ് എന്നൊക്കെ മതം അവകാശപ്പെടുന്നത്? ഇതിൻ്റെ ചരിത്രം നമ്മൾ നോക്കുമ്പോൾ കാണുന്നത്, സത്യത്തിൽ ആക്ച്വലി ഒരു കാലത്ത് മതം സയൻസിനെ വളർത്താൻ ശ്രമിച്ചിരുന്നു എന്നുള്ളത് തന്നെയാണ്. എന്തിനാണ് മതം സയൻസിനെ വളർത്താൻ ശ്രമിച്ചിരുന്നത്? രസകരമാണ് അതിൻ്റെ കാരണം. മതഗ്രന്ഥങ്ങളിലെ കഥകൾ അക്ഷരാർത്ഥത്തിൽ ശരിയാണ് എന്ന് മതനേതാക്കൾ ആ കാലത്ത് വിശ്വസിച്ചിരുന്നു. ഒരു 5-6 നൂറ്റാണ്ട് മുൻപ് വരെ. ആ കാലഘട്ടത്തിൽ ശാസ്ത്രം വളർന്നു വരുമ്പോൾ എൻ്റെ ഗ്രന്ഥത്തിലെ കഥകൾക്ക് തെളിവുകൾ കൊണ്ടുവരും എന്ന് മതനേതാക്കൾ ആത്മാർത്ഥമായി വിശ്വസിച്ചിരുന്നു. ആ ഒരു വിശ്വാസത്തിൽ നിന്നാണ് സയൻസിനെ വളർത്തണമെന്നും അതുവഴി മതത്തെ കൂടുതൽ ശക്തമാക്കണം എന്നുമുള്ള ഒരു പദ്ധതി മതനേതാക്കളുടെ മനസ്സിൽ വരുന്നത്. മതത്തെ നിരാകരിക്കുന്ന സമീപനം പല ശാസ്ത്രകാരും മുന്നോട്ട് വച്ചിരുന്നെങ്കിലും 16ാം നൂറ്റാണ്ടിൽ കോപ്പർനിക്കസ് മുന്നോട്ട് വെച്ച ഹീലിയോസെൻട്രിസമാണ് മതത്തിൻ്റെ വിശ്വാസങ്ങളെ അടിസ്ഥാനപരമായി ആദ്യമായി ചോദ്യം ചെയ്ത ഒരു സിദ്ധാന്തം എന്ന് പറയാം. കോപ്പർനിക്കസിൻ്റെ കണക്കുകളെ വെച്ച് പോപ്പ് ഗ്രിഗോറിയൻ കലണ്ടർ ഉണ്ടാക്കി പേര് നേടിയെങ്കിലും അദ്ദേഹത്തിൻ്റെ ഹീലിയോസെൻട്രിസം കോപ്പർനിക്കസിൻ്റെ ഒരു ചെറിയ വട്ട് എന്നുള്ള നിലയിൽ തന്നെ അവഗണിച്ചാണ് സഭ മുമ്പോട്ട് പോയത്. പിന്നീട് ഗലീലിയോ കൂടുതൽ തെളിവുകളുമായി ഹീലിയോസെൻട്രിസം, അതായത് സൂര്യനെ കേന്ദ്രീകരിച്ചാണ് സൗരയൂഥം മുമ്പോട്ട് പോകുന്നത് എന്നുള്ള അറിവുകൾ മുമ്പോട്ട് വയ്ക്കുന്ന സമയത്താണ് ശാസ്ത്രത്തിൻ്റെ പോക്ക് അത്ര പന്തിയല്ല എന്ന് മതം മനസ്സിലാക്കുന്നത്. അന്നു മുതൽ സയൻസും സഭയും അകന്നു തുടങ്ങി എന്ന് പറയാം. അതിനുശേഷം 19ാം നൂറ്റാണ്ടിലെ 2ാം പകുതി കഴിയുമ്പോൾ ചാൾസ് ഡാർവിൻ പരിണാമ സിദ്ധാന്തവുമായി വരുന്നു. ജീവന്റെ പരിണാമത്തെക്കുറിച്ചുള്ള അദ്ദേഹത്തിൻ്റെ പുസ്തകം മതത്തിൻ്റെ അടിസ്ഥാനങ്ങൾ തന്നെ ഇളക്കിക്കളഞ്ഞു എന്ന് പറയാം. ഏതായാലും അതോടെ മതവും ശാസ്ത്രവും തമ്മിലുള്ള എല്ലാ ബന്ധവും അറ്റുപോയി. ഇങ്ങനെയൊരു മോൻ എനിക്കില്ല എന്ന് സഭ പറഞ്ഞു എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. ഈ ഒരു സംഭവത്തിനൊരു ഉദാഹരണം നമുക്ക് വേണമെങ്കിൽ നമ്മുടെ പഴയ നസീർ ജെയിൻ സിനിമകളിൽ കാണാം. കള്ളക്കടത്തുകാരൻ മോനെ വളർത്തുന്നു,
എൻ്റെ മോൻ വലുതായിട്ട് വേണം എനിക്ക് ശത്രുക്കളൊക്കെ ഇടിച്ച് നിരപ്പാക്കി എൻ്റെ കള്ളക്കടത്ത് വളർത്താൻ എന്ന് അദ്ദേഹം സ്വപ്നം കാണുന്നു. ചെറുക്കൻ ഒരു ടീനേജൊക്കെ ആകുമ്പോൾ അച്ഛൻ്റെ കള്ളക്കടത്തിന് ഞാനില്ല, ഞാൻ എൻ്റെ വഴി നോക്കും എന്ന് പറയുന്നു. വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോകുന്നു, അല്ലെങ്കിൽ കള്ളക്കടത്തുകാരൻ മോനെ വീട്ടിൽ നിന്ന് ഇറക്കി വിടുന്നു. മോൻ സ്വന്തമായി അധ്വാനിച്ച് കഷ്ടപ്പെട്ട് പഠിക്കുന്നു, പോലീസുകാരനാകുന്നു, തിരിച്ചു വരുന്നു, അച്ഛന് പണി കൊടുക്കുന്നു. ഇതാണ് കഥ. അച്ഛനിപ്പോൾ ചെറിയ തട്ടിപ്പും ലൊട്ടിലൊടുക്ക് വിദ്യയൊക്കെയായിട്ട് ജീവിക്കുന്നു. എങ്കിലും കൂട്ടുകാർ കൂടി ഇരുന്ന് കള്ളു കുടിക്കുന്ന സമയത്ത് അച്ഛൻ ഇപ്പോഴും പറയും അവനെ വളർത്തി വലുതാക്കിയത് ഞാനാണെന്ന്. ഗലീലിയോയുടെ കാലത്തിന് ശേഷം സംഭവിച്ച മറ്റൊരു മാറ്റം എന്നത് ശാസ്ത്രവും മതവും ചേർന്ന് പോകില്ല എന്ന് മനസ്സിലാക്കിയ കുറേയധികം ആളുകൾ ഉണ്ടായി എന്നുള്ളതാണ്. എന്നിരുന്നാലും മതത്തിൻ്റെ സാമൂഹ്യവും രാഷ്ട്രീയവും സാമ്പത്തികവുമായ സ്വാധീനത്തിൽപ്പെട്ട് മതത്തെ പൂർണ്ണമായി നിരാകരിക്കാൻ പലർക്കും ബുദ്ധിമുട്ടായിരുന്നു. അങ്ങനെ പ്രൊഫഷണൽ ലൈഫിൽ, അക്കാഡമിക് ലൈഫിൽ ശാസ്ത്രവും കുടുംബത്തിലും വ്യക്തി ജീവിതത്തിലും മതവും വിശ്വസിക്കുന്ന പുതിയൊരു കൂട്ടം ആളുകൾ അങ്ങനെ ഉടലെടുക്കുകയാണ്. അതിൻ്റെ തുടർച്ചയാണ് ഇന്നും ചില സ്കൂളുകളിൽ പ്രവൃത്തി ദിവസങ്ങളിൽ ബയോളജിയും ഞായറാഴ്ച ദിവസം അതേ മുറിയിൽ വേദപാഠ ക്ലാസ്സിൽ കളിമണ്ണ് സിദ്ധാന്തവും പഠിപ്പിക്കപ്പെടുന്നത്. ഈ ശാസ്ത്രവും മതവും തമ്മിലുള്ള ബന്ധത്തെ വേറെ രീതിയിൽ നമുക്ക് നോക്കിക്കാണാം. ചില പരീക്ഷണശാലകളുടെ മുമ്പിൽ ഒരു ബോർഡ് കാണാം, പാദരക്ഷകൾ പുറത്തു വയ്ക്കുക, ലീവ് യുവർ ഫുഡ് വെയർസ് ആൻഡ് ഈഗോ ഔട്ട്സൈഡ് എന്നും പറയുന്ന ബോർഡുകളുണ്ട്. ചില ലാബുകളിൽ നമ്മുടെ സ്ട്രീറ്റ് ക്ലോത്ത്സ്, അതായത് നമ്മൾ സാധാരണ ഉപയോഗിക്കുന്ന വസ്ത്രം പുറത്ത് വെച്ച് പ്രത്യേക ഡ്രസ്സ് ധരിച്ച് വേണം ചില ലാബുകളിൽ കയറാനായിട്ട്. മതവിശ്വാസികളായ ശാസ്ത്രജ്ഞന്മാരും ഏകദേശം ഇതേ ഒരു പ്രൊസീജിയറാണ് പിന്തുടരുന്നത്. അതായത് അവരുടെ ശാസ്ത്രീയ പ്രവർത്തനങ്ങൾ എപ്പോൾ നടത്തുന്നുവോ ആ സമയത്ത് അവർ മതത്തെ പുറത്തു വയ്ക്കുന്നു, സ്വന്തം അന്വേഷണങ്ങൾ നടത്തുന്നു, തെളിവുകളുടെ അടിസ്ഥാനത്തിൽ മാത്രം മുന്നോട്ട് പോകുന്നു. അപ്പോൾ നമ്മൾ ഈ പറഞ്ഞ പോലെ പരീക്ഷണശാലയ്ക്ക് പുറത്തു വയ്ക്കുന്ന ചെരുപ്പാണ് ശാസ്ത്രം എന്ന് പറയാം. നമ്മുടെ ഇന്ത്യയിലെ ഏതെങ്കിലും ഒരു പരീക്ഷണശാലയോ ഇപ്പം മംഗൾയാൻ പ്രോജക്റ്റോ ഒക്കെ നോക്കിയാൽ അവിടെ പുറത്തു വെച്ച പാദരക്ഷകളിൽ ഏറ്റവും അധികമുള്ള ഒരു പക്ഷേ ബാറ്റ കമ്പനിയുടെ ചെരുപ്പുകളായിരിക്കും. അത് ബാറ്റ കമ്പനിയുടെ ചെരുപ്പുകൾക്ക് എന്തെങ്കിലും ശാസ്ത്ര സാങ്കേതിക വിദ്യയുമായി ബന്ധമുള്ളതുകൊണ്ടല്ല, ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ വിൽക്കപ്പെടുന്ന ചെരുപ്പുകൾ ബാറ്റയുടെ ആയതുകൊണ്ട് മാത്രമായിരിക്കാം. ഇതുപോലെ തന്നെയാണ് കഴിഞ്ഞ 5 നൂറ്റാണ്ടുകളായി യൂറോപ്പിലും അമേരിക്കയിലും ശാസ്ത്രത്തിൻ്റെ വളർച്ചയിൽ ക്രിസ്തുമതത്തിനുണ്ടായ പങ്ക് എന്ന് വേണമെങ്കിൽ പറയാം. അവിടുത്തെ ഭൂരിപക്ഷ മതം ക്രിസ്തുമതമായിരുന്നത് ഒരു യാദൃശ്ചികത മാത്രമായിരുന്നു. അല്ലെങ്കിൽ ലാബിൻ്റെ പുറത്ത് ഇരിക്കുന്ന ചെരുപ്പിനെ പോലെ ശാസ്ത്രത്തെ ശല്യം ചെയ്തില്ല എന്ന് മാത്രമാണ് സഭയ്ക്ക് ഇതിൽ ആകെ ചെയ്യാനുണ്ടായിരുന്ന സംഭാവന. മറ്റൊരു രീതിയിൽ എവറി സയൻറ്റിസ്റ്റ് ഈസ് ആൻ എത്തീസ്റ്റ് വിത്തിൻ ഹിസ് ലബോറട്ടറി എന്നൊരു ചൊല്ലുണ്ട്. മതവിശ്വാസികളും പ്രായോഗികമായി ഇങ്ങനെ തന്നെയാണ്. കാര്യത്തോടടുക്കുമ്പോൾ എല്ലാവരും യുക്തിവാദികളാണ്. അപകടത്തിൽപ്പെട്ട കാലൊടിഞ്ഞ് ഒരാളെയും കൊണ്ട് ഹോസ്പിറ്റലിൽ ചെല്ലുമ്പോൾ ഡോക്ടർ അവിടെ ഇരുന്ന് യേശു മുടന്തനെ സൗഖ്യമാക്കി എന്നുള്ള കഥ വായിച്ച് ഡോക്ടർ പ്രാർത്ഥിച്ചാൽ ഒരു വിശ്വാസിയും സമ്മതിക്കില്ല ഡോക്ടർ ചികിത്സിക്കണം. മക്കളെ എൻട്രൻസ് കോച്ചിങ്ങിന് വിടുമ്പോൾ എൻട്രൻസ് ക്ലാസ്സിൽ ബൈബിൾ വായനയും പ്രാർത്ഥനയും ഒക്കെ ആയിട്ട് ആകാശത്തിലെ പറവകൾ വിതയ്ക്കുന്നില്ല, കൊയ്യുന്നില്ല എന്നൊക്കെ പഠിപ്പിച്ചാൽ കൊച്ചിനെ എൻട്രൻസ് കോച്ചിങ്ങിന് വിട്ട അച്ചായൻ്റെ സ്വഭാവം മാറും. ചുരുക്കത്തിൽ ഓരോ വിശ്വാസിയും ഇദ്ദേഹത്ത് കൊള്ളുന്ന കാര്യം വരുമ്പോൾ യുക്തിവാദി തന്നെയാണ്. ചുരുക്കത്തിൽ മതവും ശാസ്ത്രവും ഒത്തുപോകുന്നു, അല്ലെങ്കിൽ മതം ശാസ്ത്രത്തെ വളർത്തി എന്നുള്ള അവകാശവാദം പൂർണ്ണമായും തെറ്റാണ്. ശാസ്ത്രം പറയുന്നത് ശരിയാണ് എന്ന് മതനേതാക്കൾക്ക് ബോധ്യപ്പെടുകയും ശാസ്ത്രത്തെ തോൽപ്പിക്കാനാവില്ല എന്ന് മനസ്സിലാക്കുകയും ചെയ്തപ്പോൾ ഇഫ് യു കാൻ ബീറ്റ് ദം ജോയിൻ ദം, അവരെ തോൽപ്പിക്കാൻ പറ്റിയില്ലെങ്കിൽ അവരുടെ കൂടെ കൂടുക എന്ന് പറയുന്ന ഒരു അടവ് നയം ആണ് സഭ അല്ലെങ്കിൽ വിശ്വാസികൾ എടുക്കുന്നത്. ഈ ഒരു അടവ് നയത്തിൻ്റെ ഭാഗമാണ് ഞാനും ശാസ്ത്രത്തിൻ്റെ കൂടെയാണ്, ഞാനാണ് ശാസ്ത്രത്തെ വളർത്തിയത് എന്നുള്ളൊരു അവകാശവാദവും എടുത്ത് സ്വന്തം മണ്ടത്തരങ്ങളെ മറയ്ക്കാൻ ശ്രമിക്കുന്നത്. മതത്തിൻ്റെ അല്ലെങ്കിൽ ബൈബിൾ വിശ്വാസികളുടെ, ക്രിസ്ത്യാനികളുടെ ഒക്കെ മറ്റൊരു അവകാശവാദം നമ്മൾ ആദ്യം പറഞ്ഞതുപോലെ ശാസ്ത്രത്തിന് അറിഞ്ഞുകൂടാത്ത പലതും മതത്തിന് അറിയാം എന്നുള്ളതാണ്. The problem with the world is that the intelligent people are full of doubts while the stupid ones are full of confidence എന്ന് ഒരു ചൊല്ലുണ്ട്. ഇത് ഏകദേശം സയൻസിൻ്റെയും മതത്തിൻ്റെയും കാര്യത്തിൽ വളരെ ശരിയാണ്. മതത്തിന് എന്തൊക്കെ അറിയാം എന്ന് പരിശോധിക്കാൻ ഒരു എളുപ്പ വഴിയുണ്ട്. ശാസ്ത്രം കണ്ടുപിടിക്കുന്നതിന് മുമ്പ് ഓരോ കാര്യങ്ങളെക്കുറിച്ചും മതം എന്താണ് പറഞ്ഞിരുന്നത് എന്ന് നോക്കാം. അതിനുശേഷം ശാസ്ത്രം എന്താണ് കണ്ടെത്തിയത് എന്നും കൂടി നോക്കിക്കഴിഞ്ഞാൽ മതത്തിൻ്റെ ഈ അവകാശവാദത്തിൻ്റെ യാഥാർത്ഥ്യം നമുക്ക് മനസ്സിലാക്കാം. ഭൂമിയും ആകാശഗോളങ്ങളും എങ്ങനെ സഞ്ചരിക്കുന്നു എന്ന് സയൻസിന് അറിഞ്ഞുകൂടാതിരുന്ന ഒരു കാലമുണ്ടായിരുന്നു. അന്ന് ചില അറിവുകൾ അതിനെക്കുറിച്ച് മതം നമുക്ക് പകർന്നു തന്നിരുന്നു. ഭൂമിയെ ഒരിക്കലും ഇളകാത്ത അടിസ്ഥാനത്തിൽ ഉറപ്പിച്ചിരിക്കുകയാണെന്നും
സൂര്യൻ വീരനെ പോലെ രാവിലെ എഴുന്നേറ്റ് വൈകുന്നേരം വരെ ഓടുന്നു എന്നും അതുപോലെ തന്നെ നക്ഷത്രങ്ങൾ ഒരു മാറ്റവുമില്ലാതെ കൃത്യമായ സ്ഥലങ്ങളിൽ നിൽക്കുന്നു എന്നും ഒക്കെയാണ് മതം നമ്മളെ അന്ന് പഠിപ്പിച്ചത്. ശാസ്ത്രം കാര്യങ്ങൾ മനസ്സിലാക്കിയപ്പോൾ ഇതിലെ മണ്ടത്തരം തെറ്റുകൾ നമുക്ക് മനസ്സിലായി. നമ്മൾ ആദ്യം പറഞ്ഞ കഥയിൽ ബെഞ്ചമിൻ ഫ്രാങ്ക്ലിൻ ഇടിയും മിന്നലും എന്തൊക്കെയാണെന്ന് വിശദീകരിച്ച കാര്യം പറഞ്ഞു. അതുവരെ ഇതൊക്കെ എന്താണെന്ന് ശാസ്ത്രത്തിന് അറിയില്ലായിരുന്നു, പക്ഷെ മതത്തിന് അറിയാമായിരുന്നു അല്ലേ? മതം പറഞ്ഞത് ഇത് ദൈവക്രോധമാണ്. ശാസ്ത്രം പിന്നീട് ഇടിമിന്നൽ എന്താണെന്ന് വിശദീകരിച്ചു, ഇടി മുഴങ്ങുന്ന ശബ്ദം എന്താണെന്ന് വിശദീകരിച്ചു. അതോടെ മതത്തിൻ്റെ അവകാശവാദം തീരുന്നു. ഈ ഒരു കാര്യത്തിലും നമുക്ക് നോക്കാവുന്നതാണ്. ശാസ്ത്രത്തിന് അറിഞ്ഞുകൂടാതിരുന്ന കാര്യം മതത്തിന് അറിയാം എന്ന് അവകാശപ്പെട്ടപ്പോൾ മതം നമ്മളോട് പങ്കുവെച്ച അറിവ് എത്രത്തോളം മണ്ടത്തരമാണ് എന്നുള്ളത്. മഴവിൽ എന്താണെന്ന് സയൻസിന് അറിഞ്ഞുകൂടാത്ത ഒരു കാലമുണ്ടായിരുന്നു. അന്ന് ദൈവം മനുഷ്യനുമായി ചെയ്ത ഉടമ്പടിയുടെ ഒരു അടയാളമാണ് ഉടമ്പടിയുടെ അടയാളമായിട്ട് മേഘത്തിൽ വെച്ച വില്ലാണ് മഴവില്ല് എന്ന് വളരെ വ്യക്തമായി മതം, ബൈബിൾ നമ്മളെ പഠിപ്പിക്കുന്നുണ്ട്. പിന്നീട് ശാസ്ത്രം പ്രകാശത്തിൻ്റെ സ്പെക്ട്രം എന്താണെന്ന് വിശദീകരിക്കുകയും മഴവില്ല് എന്താണ് എന്ന് നമ്മളോട് വ്യക്തമായിട്ട് പറഞ്ഞു തരികയും ചെയ്തപ്പോൾ മതത്തിൻ്റെ അറിവ് പതുക്കെ ഒരു വശത്തേക്ക് മാറി. മതം പുതിയ വ്യാഖ്യാനങ്ങളുമായിട്ട് വന്നു. രോഗങ്ങൾ എങ്ങനെയാണ് ഉണ്ടാകുന്നത് എന്ന് ശാസ്ത്രത്തിന് അറിഞ്ഞുകൂടാതിരുന്ന ഒരു കാലമുണ്ടായിരുന്നു. രോഗാണു സിദ്ധാന്തം കണ്ടുപിടിക്കുന്നതിന് മുമ്പുള്ള കാലം. മതത്തിന് അന്നും വ്യക്തമായ അറിവുകൾ ഉണ്ടായിരുന്നു. അവിടെയും ദൈവക്രോധവും പാപവും ഒക്കെയായിരുന്നു രോഗങ്ങളുടെ കാരണം. അപ്പോൾ നമ്മൾ ഈ നോക്കിയ ഉദാഹരണങ്ങളെല്ലാം വളരെ വ്യക്തമാവുന്ന ഒരു കാര്യം, ശാസ്ത്രത്തിന് അറിഞ്ഞുകൂടാത്തത് മതത്തിന് അറിയാം എന്ന് പറഞ്ഞ് മതം നമ്മളുടെ മുമ്പിൽ കൊണ്ടുവച്ചിരുന്ന അറിവുകളെല്ലാം ഭൂലോക മണ്ടത്തരങ്ങളും ആദിവാസി ഗോത്ര സമൂഹങ്ങളുടെ നാട്ടറിവുകളും മാത്രമായിരുന്നു. ഇങ്ങനെ ശാസ്ത്രം ഉത്തരമില്ല എന്ന് മതം പറഞ്ഞിരുന്ന പല ചോദ്യങ്ങളുടെയും ഉത്തരം കണ്ടുപിടിച്ച് ഇനിയിപ്പോൾ ഏകദേശം ഈ ഏകകോശ ജീവി എങ്ങനെ ഉണ്ടായി, ബിഗ് ബാങ് എങ്ങനെ ഉണ്ടായി എന്നുള്ള ഒന്ന് രണ്ട് ചില ചോദ്യങ്ങൾ മാത്രമാണ് ബാക്കി നിൽക്കുന്നത്. ഇതിൻ്റെ ഉത്തരവും ശാസ്ത്രം കണ്ടുപിടിക്കുമ്പോൾ മതഗ്രന്ഥങ്ങളിൽ പറയുന്നവയുമായി യാതൊരു ബന്ധവും ഉണ്ടാവില്ല എന്നറിയാനും സാമാന്യ ബുദ്ധി മതി. എങ്കിലും ഒന്നും അറിയാത്തപ്പോഴും എല്ലാം അറിയാവുന്നവനെ പോലെ നമ്മുടെ മുമ്പിൽ വന്ന് വിഡ്ഢിത്തരം വിളമ്പാൻ മതത്തിനുള്ള ഒരു ധൈര്യമുണ്ടല്ലോ, അതാണ് നമ്മൾ ആദ്യം പറഞ്ഞ പഴഞ്ചൊല്ലിൽ നമ്മൾ കണ്ടത്. ബൈബിൾ വിശ്വാസികൾ കൂടെ പറയുന്ന മറ്റൊരു കാര്യമാണല്ലോ ശാസ്ത്രത്തിന് പലപ്പോഴും തെറ്റ് പറ്റിയിട്ടുണ്ട് എന്നുള്ളത്. ഇതിൻ്റെ ചില സാഹചര്യങ്ങൾ നമുക്കൊന്ന് പരിശോധിച്ച് നോക്കാം. ആദ്യമായി ശാസ്ത്രത്തിൻ്റെ ഒരു പ്രവർത്തന രീതി എന്ന് പറഞ്ഞാൽ ആദ്യം നമ്മൾ കാണുന്ന നിരീക്ഷണങ്ങൾ വെച്ചിട്ട് ഒരു ഹൈപ്പോത്തിസിസ് മുമ്പോട്ട് വയ്ക്കുക എന്നുള്ളതാണ്. അതായത് കിട്ടിയ അറിവുകൾ ലഭിച്ചിട്ട് ഇനിയുള്ള കാര്യങ്ങൾ ഇങ്ങനെ ആയിരിക്കാം എന്ന് ഒരു ഹൈപ്പോത്തിസിസ് മുമ്പോട്ട് വയ്ക്കുന്നു. തുടർന്ന് അതിനെ പരീക്ഷിക്കുന്നു. അത് തെറ്റാണെങ്കിൽ സയൻസ് അത് തെറ്റാണെന്ന് പറയുന്നു, അത് ശരിയാണെങ്കിൽ മാത്രം അതിനെ തുടർന്ന് അംഗീകരിക്കുന്നു. അപ്പോൾ ഇങ്ങനെ ഒരു ഹൈപ്പോത്തിസിസ് ആരെങ്കിലും മുമ്പോട്ട് വെച്ചത് പിന്നീട് തെറ്റാണെന്ന് തെളിഞ്ഞാൽ അത് ആക്ച്വലി ശാസ്ത്രത്തിൻ്റെ തെറ്റല്ല, അത് ശാസ്ത്രത്തിൻ്റെ പരാജയമല്ല, അത് ശാസ്ത്രത്തിൻ്റെ വലിയ വിജയമാണ് കാണിക്കുന്നത്. ഈ സിദ്ധാന്തങ്ങൾ മുമ്പോട്ട് വയ്ക്കുന്നത് ഒരു കേസന്വേഷണവുമായി താരതമ്യം ചെയ്ത് നമുക്ക് ആലോചിക്കാവുന്നതാണ്. ഒരു നല്ല കേസന്വേഷകൻ സംഭവ സ്ഥലത്ത് എത്തുന്നു, ആദ്യം അവിടെ പഠിക്കുന്നു, തെളിവുകൾ ശേഖരിക്കുന്നു, ദൃക്സാക്ഷികളോടോ സംഭവ സ്ഥലത്തുണ്ടായിരുന്നവരോടോ സംസാരിക്കുന്നു. അതിനുശേഷം ഇവിടെ എന്താണ് സംഭവിച്ചത്, എങ്ങനെ കാര്യങ്ങൾ സംഭവിച്ചിരിക്കാം എന്നുള്ള ചില തിയറികൾ ഉണ്ടാക്കുന്നു. ഇവ പരിശോധിക്കുന്നു, ഇവ തെളിവുകളുടെ അടിസ്ഥാനത്തിൽ പരിശോധിക്കുന്നു. അതിനുശേഷം സാധ്യതയില്ലാത്തവയെ തള്ളിക്കളയുന്നു. നമ്മൾ പറഞ്ഞു കേട്ടിട്ടുള്ള പോലെ എലിമിനേറ്റ് ദ ഇംപോസിബിൾ, വാട്ട് എവർ റിമെയിൻസ് ഇസ് പോസിബിൾ എന്നൊക്കെ ഏകദേശം പറയുന്ന പോലെ സാധ്യതകൾ പലതും നമ്മൾ ആരായുന്നു, അതിനുശേഷം അസാധ്യമായവയെ അതിൽ നിന്ന് മാറ്റിക്കളയുന്നു, സാധ്യമായ ഒരു കൺക്ലൂഷനിൽ നമ്മൾ എത്തുന്നു. ഇതേ ഒരു രീതി തന്നെയാണ് ശാസ്ത്രവും പിന്തുടരുന്നത്. അതുകൊണ്ട് ഒരു ഹൈപ്പോത്തിസിസ് മുമ്പോട്ട് വെച്ചതിന് ശേഷം പിന്നീട് അത് ശാസ്ത്രം പറയുകയാണ് ഹൈപ്പോത്തിസിസ് തെറ്റായിരുന്നു എന്ന് പറഞ്ഞാൽ അതൊരിക്കലും ശാസ്ത്രത്തിൻ്റെ പരാജയമല്ല, ശാസ്ത്രത്തിൻ്റെ വലിയ വിജയമാണത്. തെളിവുകളെ അടിസ്ഥാനപ്പെടുത്തി മുമ്പോട്ട് പോകുന്നു എന്നുള്ള വസ്തുത തന്നെയാണ് അത് കാണിക്കുന്നത്. ആദ്യമേ പ്രതിയെ തീരുമാനിക്കുകയും അവനെ കൊണ്ട് ഇടിച്ച് കുറ്റം സമ്മതിപ്പിക്കുകയും ചെയ്യുന്ന പഴയ പോലീസിൻ്റെ രീതിയാണ് മതത്തിന്. ആ രീതി പിന്തുടർന്ന മതത്തിന് ശാസ്ത്രത്തിൻ്റെ തെളിവുകളെ അടിസ്ഥാനപ്പെടുത്തിയുള്ള രീതികൾ മനസ്സിലാക്കാൻ ഒരല്പം ബുദ്ധിമുട്ട് കാണും. ശാസ്ത്രം വാക്കുമാറ്റി എന്ന് മതം പറയുന്ന മറ്റൊരു സിറ്റുവേഷൻ ശാസ്ത്രത്തിൻ്റെ പുരോഗതി തന്നെയാണ്. അലക്സാണ്ടർ ഗ്രഹാം ബെൽ കണ്ടുപിടിച്ച ഫോണല്ല ഇന്ന് നമ്മൾ ഉപയോഗിക്കുന്നത്. ടച്ച് സ്ക്രീനും GPS മുതൽ വളരെയധികം ആപ്പുകളിലൂടെ ഒരു രീതി പറഞ്ഞാൽ വീട്ടിലേക്ക് വേണ്ട ഒരു ഫ്രിഡ്ജും വാഷിംഗ് മെഷീനും ഒഴിച്ചുള്ള എല്ലാ സംഭവങ്ങളിൽ നിന്നും നമുക്ക് മൊബൈൽ ഫോണിലുണ്ട് എന്ന് വരെ വേണമെങ്കിൽ നമുക്ക് പറയാം.
ഇത് കാണിക്കുന്നത് സയൻസിൻ്റെ പരാജയമോ ശാസ്ത്രം വാക്ക് മാറ്റിയതോ അല്ല. ഇത് ശാസ്ത്രത്തിൻ്റെ ഒരു പുരോഗമനമാണ്. വീണ്ടും നമ്മൾ പറഞ്ഞതുപോലെ പുരാതന ഗോത്രവർഗ കഥകളെ കെട്ടിപ്പിടിച്ചിരിക്കുകയും ആയിരക്കണക്കിന് വർഷങ്ങൾ കഴിഞ്ഞാൽ അവയെ പരിഷ്കരിക്കുകയും ചെയ്യുന്ന മതത്തിന് ഇതുപോലുള്ള പുരോഗതിയിൽ അസൂയ ഉണ്ടാകുന്നത് സ്വാഭാവികം. ശാസ്ത്രത്തിൻ്റെ രസകരമായ മറ്റൊരു വശമുണ്ട്. പല ശാസ്ത്ര സിദ്ധാന്തങ്ങളും നമ്മൾ പിന്നീട് പുതിയ രീതിയിൽ മനസ്സിലാക്കുമ്പോഴും പണ്ട് നമ്മൾ പരീക്ഷണ നിരീക്ഷണങ്ങളിലൂടെ കണ്ടുപിടിച്ചെടുത്ത പല സാങ്കേതിക വിദ്യകളും തുടർന്നും പ്രവർത്തിച്ചുകൊണ്ടിരിക്കും എന്നുള്ളതാണ്. ഉദാഹരണമായിട്ട് പറഞ്ഞാൽ ഭൂമി പരന്നതാണ് എന്ന് വിശ്വസിച്ചിരുന്ന കാലത്ത് തന്നെയാണ് സ്ഥലം നിരപ്പാക്കിയും അവിടെ ലംബമായി വെർട്ടിക്കലായിട്ട് ഭിത്തികൾ പണിത് കെട്ടിടങ്ങൾ നിർമ്മിക്കുന്ന രീതി നമ്മൾ തുടങ്ങിയത്. അത് പരീക്ഷിച്ച് കണ്ടുപിടിച്ച ഒരു കാര്യമാണ്. അതുകൊണ്ട് എന്ത് സംഭവിച്ചു? ഭൂമി ഉരുണ്ടതാണ് എന്ന് തെളിഞ്ഞിട്ടും നിർമ്മാണ വിദ്യ ഇന്നും അങ്ങനെ തന്നെ തുടരുന്നു. ഭൂമി ഉരുണ്ടതാണ് എന്ന് കണ്ടുപിടിച്ച അന്നത്തെ ദിവസം തന്നെ നേരെ വെർട്ടിക്കലായിട്ട് മുകളിലോട്ട് പണിതുയർത്തിയ ഭിത്തികളൊന്നും പൊളിഞ്ഞ് താഴെ വീണില്ല. കാരണം നമ്മൾ പറഞ്ഞ പരീക്ഷണങ്ങൾ തന്നെയാണ്. പരീക്ഷിച്ച് നോക്കിയപ്പോൾ ലംബമായി പണിയുന്ന ഭിത്തികൾ പൊളിഞ്ഞ് താഴെ വീഴുന്നില്ല, വളരെ ശക്തമായി നിലനിൽക്കുന്നു, പലപ്പോഴും ഭൂകമ്പങ്ങളെ പോലും അതിജീവിച്ച് നിലനിൽക്കുന്നു എന്നൊക്കെ പരീക്ഷണങ്ങളിലൂടെ തെളിഞ്ഞത് കൊണ്ടാണ് നമ്മൾ മനുഷ്യർ ഭിത്തികൾ അതുപോലെ പണിയാനായിട്ട് കണ്ടിന്യൂ ചെയ്ത് തുടർന്ന് പോകുന്നത്. അപ്പോൾ പറഞ്ഞു വന്നത്, ഭൂമി ഉരുണ്ടതായാലും പരന്നതായാലും നമ്മൾ പരീക്ഷിച്ച് വികസിപ്പിച്ചെടുത്ത നിർമ്മാണ രീതി അന്നും ഇന്നും തുടർന്ന് പോകുന്നുണ്ട്. വേറൊരു ഉദാഹരണം പറയാൻ, നമ്മളിന്ന് വളരെയധികം ഇലക്ട്രോണിക് ഉപകരണങ്ങൾ ഉപയോഗിക്കുന്നുണ്ട്. ഇനി നാളെ ഒരു പക്ഷേ ഇലക്ട്രോണിനെ കുറിച്ചുള്ള നമ്മളുടെ അണ്ടർസ്റ്റാൻഡിങ് മൊത്തത്തിൽ മാറി എന്ന് വിചാരിക്കുക. ഇലക്ട്രോണിനെ കുറിച്ചോ വൈദ്യുതിയെക്കുറിച്ചോ ഒക്കെയുള്ള നമ്മളുടെ അണ്ടർസ്റ്റാൻഡിങ് കംപ്ലീറ്റ് ആയിട്ട് മൊത്തത്തിൽ മാറിയാൽ പോലും ഇന്ന് പ്രവർത്തിക്കുന്ന ഇലക്ട്രോണിക് ഉപകരണങ്ങൾ എല്ലാം തന്നെ പ്രവർത്തിക്കും. നമ്മളുടെ മൊബൈൽ ഫോണും നമ്മളുടെ ക്യാമറയും നമ്മളുടെ കമ്പ്യൂട്ടറും ടെലിവിഷനും എല്ലാം അന്നും പ്രവർത്തിക്കും. കാരണം ഇലക്ട്രോണുകളെ കുറിച്ചുള്ള ചില ധാരണകളോ നമ്മുടെ മനസ്സിലാക്കലുകളോ മാത്രമല്ല ഈ ഉപകരണങ്ങൾ ഉണ്ടാക്കുന്നതിൻ്റെ പിന്നിലുള്ളത്. വളരെ വർഷത്തെ പരീക്ഷണവും പ്രയോഗിച്ച് ശരിയാണെന്ന് കണ്ടുപിടിച്ച കാര്യങ്ങളുമാണ് ഈ ഉപകരണങ്ങളിലൊക്കെ ഇലക്ട്രോണിക് ഗാഡ്ജറ്റ്സിൻ്റെയൊക്കെ നിർമ്മാണത്തിന് പിന്നിൽ നമ്മൾ ഉപയോഗിച്ചിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ നമുക്ക് കോൺഫിഡൻ്റ് ആയിട്ട് ഒരു പ്ലെയിനിൽ കയറി പറക്കാൻ. കാര്യം ഇലക്ട്രോണിനെ കുറിച്ചുള്ള അണ്ടർസ്റ്റാൻഡിങ് നാളെ മാറിയാലും ഇലക്ട്രോണിക് ഉപകരണങ്ങൾ ഉപയോഗിച്ച് നിയന്ത്രിക്കുന്ന പ്ലെയിൻ ആകാശത്ത് പറന്നുകൊണ്ടേയിരിക്കും. ആ പ്ലെയിൻ ഇലക്ട്രോണിനെ കുറിച്ചുള്ള നമ്മളുടെ അണ്ടർസ്റ്റാൻഡിങ് മാറുന്ന ദിവസം ആ പ്ലെയിൻ പെട്ടെന്ന് പൊട്ടി താഴെ വീഴില്ല. പറഞ്ഞു വന്നത്, ശാസ്ത്രം എന്ന് പറയുന്നത് പുസ്തകത്താളുകളിൽ കാണുന്ന ചില തിയറികൾ മാത്രമല്ല, അത് പ്രായോഗികമായ സംഗതികളും ഉൾപ്പെട്ടതാണ്. ഇതിനെ സംബന്ധിച്ച തിയറികൾ എന്തു തന്നെ ആയാലും പരീക്ഷിച്ച് പ്രയോഗത്തിൽ കൊണ്ടുവന്ന ശാസ്ത്ര സാങ്കേതിക വിദ്യകൾ പ്രവർത്തിച്ചു കൊണ്ടേയിരിക്കും. ഇതിനോടൊപ്പം മതവിശ്വാസികൾ പറയുന്ന മറ്റൊരു കാര്യമുണ്ട്. ശാസ്ത്രം എന്ന് പറയുന്നതും വേണമെങ്കിൽ ഒരു മതം തന്നെയാണ് എന്ന് പറയാം. അത് യുക്തിചിന്തയെക്കുറിച്ചും പറയും. റാഷണലിസം എന്നൊക്കെ പറയുന്നത് മതം എന്ന് പറയുന്നത് പോലെ മറ്റൊരു മതമാണ് എന്നും ഇവർ പറയും. കാര്യം, അന്വേഷിച്ച് കണ്ടുപിടിച്ച തെളിവുകളുടെ മുന്നിൽ പിടിച്ചു നിൽക്കാൻ വയ്യാതെ വെളിപാടുകളിൽ കൂടെ കിട്ടി എന്ന് പറയപ്പെടുന്ന കെട്ടുകഥകളെ പ്രതിരോധിക്കേണ്ടി വരുന്നവരുടെ ഒരു മാനസിക വിഷമത്തിൽ നിന്നാണ് ഇതൊക്കെ വരുന്നത്. അതുകൊണ്ട് ശാസ്ത്രവും യുക്തിചിന്തയും ഒക്കെ ഞങ്ങളെപ്പോലെ തന്നെ തെറ്റുപറ്റാൻ പറ്റിയ കാര്യങ്ങളാണ് എന്ന് പറയുന്നതിന് വേണ്ടിയിട്ടാണ് ഈ ഒരു വാദഗതിയെ കൂട്ടുപിടിക്കുന്നത്. നിങ്ങളുടെ ടെലിവിഷനിൽ 100 1000 ചാനലുകൾ ഉണ്ടെങ്കിലും ഓഫ് എന്ന് പറയുന്നത് ഒരു ചാനലല്ല. അത് നിങ്ങൾ TV പ്രവർത്തിപ്പിക്കാതിരിക്കുന്ന സിറ്റുവേഷന് പറയുന്ന പേരാണ് ഓഫ് എന്ന് പറയുന്നത്. ചുരുക്കത്തിൽ പ്രകൃതിയാതീത ശക്തികളെയും സൂപ്പർ നാച്ചുറൽ വെളിപാടുകളിൽ കൂടെ ഉണ്ടായ അറിവുകളെയും നിരാകരിക്കുക എന്ന് പറയുന്നത് ഒരു സമീപനമാണ്. അത് മറ്റൊരു മതമല്ല. ശാസ്ത്രവും മതവുമായി നമ്മൾ ഇതുവരെ പറഞ്ഞ കാര്യങ്ങൾ കൂടാതെ ഇതിന് സാമൂഹ്യമായ മറ്റൊരു ആംഗിൾ കൂടിയുണ്ട്. ഒരു പ്ലൂറലിസ്റ്റിക് സൊസൈറ്റി, ഒരു ബഹുസ്വര സമൂഹത്തിൽ നമുക്ക് വെളിപാടുകളിൽ കൂടെ വന്ന അറിവുകൾ പകർന്നു കൊടുക്കാൻ സാധിക്കുമോ? നമ്മുടെ നാട്ടിലെ ഇപ്പോഴത്തെ രാഷ്ട്രീയ സാഹചര്യത്തിൽ ഈ ചോദ്യം ഒന്നുകൂടി പ്രസക്തമാണ്. ചാണകം, ഗോമൂത്രം തുടങ്ങിയ അറിവുകൾ വളരെ വലിയ കാര്യങ്ങളാണെന്നും ഈ രാജ്യത്തിൻ്റെ ഇനി മുന്നോട്ട് നയിക്കേണ്ടത് അതിൽ കൂടി കിട്ടുന്ന പുതിയ പുതിയ അറിവുകളോ കണ്ടെത്തലുകളോ ആണ് എന്നുമൊക്കെ വിശ്വസിക്കപ്പെടുന്ന ഒരു സമൂഹത്തിലാണ് നമ്മളിന്ന് ജീവിക്കുന്നത്. ഇതുപോലെ തന്നെ പാശ്ചാത്യ നാടുകളിൽ, പ്രത്യേകിച്ച് അമേരിക്കയിൽ, സൃഷ്ടിവാദം സയൻസിനോടൊപ്പം പഠിപ്പിക്കണം, ശാസ്ത്രം പരിണാമം പറയുമ്പോൾ മതത്തിൻ്റെ സൃഷ്ടിവാദവും ഒപ്പം പറയണം എന്നൊക്കെയുള്ള ആവശ്യങ്ങൾ പലരും മുമ്പോട്ട് വയ്ക്കാറുണ്ട്. ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ക്രിസ്തുമതത്തിൻ്റെ സൃഷ്ടിവാദമല്ല ഇസ്ലാമിൻ്റെ സൃഷ്ടിവാദം. ഇസ്ലാമിൻ്റെ സൃഷ്ടിവാദമല്ല ഒരുപക്ഷെ ഹിന്ദുമതം മുമ്പോട്ട് വയ്ക്കുന്നത്. വെളിപാടുകൾ എപ്പോഴും ഓരോ മതത്തിനും പ്രത്യേകമാണ്. ഒരു മതക്കാരൻ ഒരിക്കലും മറ്റൊരു മതത്തിൻ്റെ വെളിപാടിനെ അംഗീകരിക്കുന്നില്ല.
വെളിപാടുകൾ സമൂഹത്തിലേക്ക് കൊണ്ടുവന്നാൽ എന്ത് സംഭവിക്കും എന്ന് നമുക്ക് ഊഹിക്കാൻ വലിയ ബുദ്ധിമുട്ടില്ല. വെളിപാടുകൾ തെളിയിക്കാൻ തെളിവില്ലാതെ വരുമ്പോൾ കയ്യാങ്കളിയിലേക്കും വെട്ടിലേക്കും കുത്തിലേക്കും ഒക്കെ പോവും, അത്രേ ഉള്ളൂ. മറ്റു വാക്കുകളിൽ പറഞ്ഞാൽ സയൻസ് ലോകത്ത് ഒന്നേ ഉള്ളൂ. അതെല്ലാവരും അംഗീകരിക്കുന്ന ഒരേ ഒരു സയൻസാണ്. അത് ഇന്ത്യയിലായാലും ചൈനയിലായാലും ജപ്പാനിലായാലും യൂറോപ്പിലായാലും ആഫ്രിക്കയിലായാലും ഒന്ന് തന്നെ. മതങ്ങൾ അങ്ങനെയല്ല, നൂറുകണക്കിനോ ആയിരക്കണക്കിലോ ഉണ്ട്. തമ്മിൽ ചേർന്ന് പോകാത്ത ഈ വെളിപാടുകളെക്കുറിച്ച് ആർക്കും ഒരു യോജിപ്പില്ല. ചുരുക്കത്തിൽ വെളിപാടുകൾ അല്ലെങ്കിൽ മതങ്ങൾ അവ തരുന്ന അറിവുകൾ പൊതുസമൂഹത്തിലേക്ക് കൊണ്ടുവരാൻ പറ്റിയ ചരക്കല്ല. നിർബന്ധമാണെങ്കിൽ വ്യക്തിപരമായി വീട്ടിലിരുന്ന് വിശ്വസിച്ചോളൂ. ഒരു ബഹുസ്വര സമൂഹത്തിൽ ഇതിനെ പുറത്തേക്ക് കൊണ്ടുവരാൻ പറ്റില്ല. ശാസ്ത്രമാണോ ബൈബിളാണോ മാറ്റമില്ലാത്ത പ്രപഞ്ച സത്യം എന്നറിയാൻ നമുക്ക് മറ്റൊരു കാര്യം കൂടി ആലോചിച്ച് നോക്കാം. ഇതൊരു പരീക്ഷണമായിട്ട് ചെയ്യാൻ പറ്റില്ല, എങ്കിലും നമുക്കൊന്ന് സാങ്കല്പികമായി പരീക്ഷിച്ച് നോക്കാം. ലോകത്തിൽ നിന്നുള്ള എല്ലാ അറിവുകളും നശിപ്പിച്ചു എന്ന് വിചാരിക്കുക. എല്ലാ ശാസ്ത്രീയമായ അറിവുകളും അതോടൊപ്പം വെളിപാടുകളിൽ കൂടി കിട്ടിയ മതത്തിൻ്റെ എല്ലാ അറിവുകളും നശിപ്പിച്ചു എന്ന് വിചാരിക്കുക. ഒരറിവുകളും ഇല്ലാത്ത ഒരു സിറ്റുവേഷനിലേക്ക് മനുഷ്യ സമൂഹം മാറുന്നു. ഇങ്ങനെ ഒരു കാര്യം സംഭവിച്ചാൽ ഒരു 500-1000 വർഷത്തിന് ശേഷം ഏത് അറിവുകൾ തിരിച്ചു വരും? ശാസ്ത്രം ഇന്നത്തെ നിലയിൽ വള്ളി പുള്ളി തെറ്റാതെ തിരിച്ചു വരും എന്ന് നമുക്ക് വളരെ കോൺഫിഡൻ്റ് ആയിട്ട് പറയാൻ പറ്റും. ബൈബിൾ എന്നല്ല, ഇന്ന് കാണുന്ന ഒരു മതവും ഒരു മതഗ്രന്ഥവും തിരിച്ചു വരില്ല. കുട്ടി ഉണ്ടാകുന്നതിൽ വൈറ്റാറ്റിയുടെ റോളിനെ കുറിച്ച് നമ്മൾ കുറച്ച് മുമ്പ് പറഞ്ഞു. ഈ വൈറ്റാറ്റിയുടെ റോള് കുറച്ചെങ്കിലും അവകാശപ്പെടാവുന്നത് കത്തോലിക്ക സഭയ്ക്കോ ചർച്ച് ഓഫ് ഇംഗ്ലണ്ടിനോ അതുപോലെയുള്ള ചില പാരമ്പര്യ സഭകൾക്കാണ്. അല്ലാതെ 19-ാം നൂറ്റാണ്ടിലെ അവസാനത്തിലോ 20-ാം നൂറ്റാണ്ടിലോ കൊണ്ടുപോയ പ്രൊട്ടസ്റ്റന്റ് പെന്തക്കോസ്ത സഭകൾക്ക് ഇതുമായി യാതൊരു ബന്ധവുമില്ല. കാര്യം ശാസ്ത്രത്തിൻ്റെ പുരോഗതിയൊക്കെ തുടങ്ങിക്കഴിഞ്ഞ് ശാസ്ത്രത്തിൻ്റെ പുരോഗതിക്കും ശാസ്ത്രത്തിൻ്റെ അപ്രോച്ചിനും മൊത്തത്തിൽ വിരുദ്ധമായ ഒരു സമീപനവുമായി വന്ന സഭകളാണ് ഇവരൊക്കെ. വയറ്റാട്ടിക്കില്ലാത്ത അവകാശവാദം വയറ്റാട്ടിയുടെ ചാച്ചിയുടെ മക്കൾക്കും കുഞ്ഞമ്മയുടെ മക്കൾക്കും ഉണ്ടാവില്ല എന്ന് മാത്രമാണ് എനിക്ക് പറയാനുള്ളത്.